പ്രൊഫൈലാണ് ലോകത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസ്കോഴ്സ്. എന്നാൽ മോഡൽ എക്സാമിനൊക്കെ വലിയൊരു പ്രൊഫൈൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആരുടെയായിരുന്നു വന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമായിരുന്നു. സർ പേപ്പർ മൊത്തത്തിൽ കുറച്ച് ചൊറയായിരുന്നെങ്കിലും ആ പ്രൊഫൈൽ മാത്രം സെറ്റായിരുന്നു അല്ലേ? നമ്മുടെ സ്വന്തം കോലിച്ചേട്ടയുടെ. അപ്പം അത് ലെങ്തി പ്രൊഫൈലായിരുന്നു. പക്ഷെ ലെങ്തി ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും പ്രൊഫൈൽ എപ്പോഴും എളുപ്പമായിരിക്കും. കാരണം എന്താണ്? പ്രൊഫൈലിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ടാവും. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതിയാൽ മതി. നിങ്ങളെങ്ങനെയാക്കി എഴുതുക? ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹെഡിങ് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുക, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതി വെക്കുക. അദ്ദേഹത്തിൻ്റെ പേര് വിരാട് കോഹ്ലിയാണ്, വിരാട് കോഹ്ലി എന്ന് എഴുതി വെക്കുക. അത് എഴുതി വെക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, എഴുതി വെക്കണം. എന്നിട്ട് എഴുതുക ബോൺ ജാനുവരി 1908 ഇൻ കേരള. എങ്ങനെയാണ്? നിങ്ങൾ എന്താണ് സെൻറ്റൻസിലേക്ക് ഒന്ന് എങ്ങനെ ആക്കുക? വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഇൻ ആണോ ഓൺ ആണോ? കൃത്യം ഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓൺ ഉപയോഗിക്കണം. ജാനുവരി 19 എന്ന് പറഞ്ഞാൽ കൃത്യം ഒരു ദിവസമാണ്. ജാനുവരി 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം. മക്കളെ നോട്ടീസ് അലൻ സാർ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേർ. നമുക്ക് നോക്കട്ടെ. അലൻ സാറ് നോട്ടീസിൻ്റെ കാര്യം നോട്ടീസ് അലൻ സാർ ഇനി തിരിച്ചു വരുമ്പോൾ അലൻ സാർ പഠിപ്പിക്കും കേട്ടോ. തിരിച്ചു വരുന്നതിൽ അലൻ സാർ പഠിപ്പിക്കും. ഓക്കെ, റെഡി, ഡോണ്ട് വറി, റിലാക്സ്. കൃത്യം ഡേ കൊടുത്താൽ എപ്പോഴും ഓൺ തന്നെ ഉപയോഗിക്കണം എന്നുള്ളവരും മറന്നു പോകരുത്. ഓൺ ജാനുവരി 19, ഓൺ മൺഡേ. ഓക്കെ, കൃത്യം ഡേ ആണെങ്കിൽ ഓൺ തന്നെ ഉപയോഗിക്കണം സാർ. അപ്പം ഇൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഇൻ 1993, ഒരു വർഷമാണ് അല്ലെ? ഒരു ഇൻ ജാനുവരി, ഒരു മാസം അല്ലെ ഒരു വർഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻ ഉപയോഗിക്കുക. കൃത്യം ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഓൺ ജാനുവരി 19, 1908 ഇൻ കേരള. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സെൻറ്റൻസ്. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ ജാനുവരി 1908 ഇൻ കേരള. അത്രയേ ഉള്ളൂ സംഭവം. അയ്യേ, നെക്സ്റ്റ് എന്താണ്? ഫേമസ് ആസ് ഇതിങ്ങനെ സെൻറ്റൻസ് ആക്കുക. ഹി വാസ്, എപ്പോഴും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതണ്ടല്ലോ. ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ. റിലാക്സ് ചെയ്ത് ഇംഗ്ലീഷ് എഴുതി വെക്കുക. ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ. അയ്യേ, നെക്സ്റ്റ് എന്താണ്? നോട്ടബിൾ വർക്ക്സ്. അതെങ്ങനെയാക്കുക? ഹിസ് നോട്ടബിൾ വർക്ക്സ് വേർ എന്ന് പറയാം, അല്ലെ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറയാം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ആൻഡ് അനർഘ നിമിഷം, ആൻഡ് ജന്മദിനം എഴുതി വെച്ചാൽ മതി. നോക്കി ഇവിടെ നോക്ക്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന്, അല്ലെ വേർ എന്ന് പറയാം. ആർന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ആർന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ വേർ എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. ഹിസ് നോട്ടബിൾ വർക്ക്സ് വേർ ബാല്യകാല സഖി, അല്ലെങ്കിൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ മതി. ശബ്ദങ്ങൾ കോപ്പി അടിച്ച് വെക്കുക. അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങളുടെ ഭാഗത്തൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. അവാർഡ്സ് എങ്ങനെയാണ് മക്കളെ പറയുക? ഹിസ് അവാർഡ്സ് ഇസ്, അല്ലെ ഹിസ് അവാർഡ് ഇസ് എന്ന് പറയുമോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ അവാർഡല്ലല്ലോ, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡല്ല. അപ്പം നമ്മൾ എന്താ പറയുക? ഹി വാസ് അവാർഡഡ് എന്ന് പറയും. ഹി വാസ് അവാർഡഡ് ദി പത്മശ്രീ ഇൻ 1982. ഓക്കെ, ഹി വാസ് അവാർഡഡ്. ഹി വേർ അല്ല, ഹി വാസ് അവാർഡഡ്. അപ്പോൾ എഴുതണം ഹി വാസ് അവാർഡഡ് ദി പത്മശ്രീ ഇൻ 1982 ആണ്. ഓൺ 1982 അല്ല, കാരണം ഇയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ബോക്സ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബോക്സ് വരച്ചാലും തെറ്റില്ല, പക്ഷെ ബോക്സ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ടൈറ്റിൽ കൊടുത്താൽ മതി, പേര്. ഹി ഡൈഡ് ഇൻ 1994 എന്ന് പറയുമോ? ഇല്ല, എപ്പോഴും നമ്മൾ ഡൈഡിന് പേര് എന്താ പറയുക? ഹി പാസ്ഡ് അവേ ഇൻ, ഓണല്ല, ഇൻ 1994. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി പ്രൊഫൈലിൽ എക്സ്ട്രാ നിങ്ങൾ ഒരു കാര്യം പോലും, നിങ്ങൾ ഒരു പോയിന്റ് പോലും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് സെൻറ്റൻസുകളാക്കിയാൽ മതി. പക്ഷെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെൻറ്റൻസ് ആക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവാർഡ്സിന് ഹീസ് അവാർഡ്സ് വരുന്ന പറയില്ല, ഹി വാസ് അവാർഡ് അല്ലെ ഷീ വാസ് അവാർഡ് എന്നേ പറയുള്ളൂ. ഡൈഡ് എന്ന് പറയില്ല, ഹി പാസ്ഡ് അവേ അല്ലെങ്കിൽ ഷീ പാസ്ഡ് അവേ എന്ന് പറയുള്ളൂ. എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ? എഡ്യൂക്കേഷൻ കൊടുത്തു സെൻറ്റ് മേരി ഹൈസ്കൂൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് എന്ന് കൊടുത്താൽ ഹിസ് എഡ്യൂക്കേഷൻ വാസ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് എന്ന് എഴുതി വെക്കാൻ പാടുണ്ടോ? ഇല്ല. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം, അല്ലെ ഷീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഫോളോഡ് ബൈ, കോളേജും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോളോഡ് ബൈ ഹിസ് അല്ലെ ഹെർ ഗ്രാജുവേഷൻ ഫ്രം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻക്ലൂഡ് അച്ചീവ്മെൻറ്റ്സ് എഴുതി വെക്കുക. അത്ര ഉള്ള മനസ്സിലായില്ലേ? ലാസ്റ്റ് പ്രൊഫഷൻ കൊടുക്കുകയാണെങ്കിൽ ഹിസ് പ്രൊഫഷൻ വാസ് ക്രിക്കറ്റർ എന്ന് പറയരുത്. ഓക്കെ, അല്ലെ ഹിസ് പ്രൊഫഷൻ വാസ് എ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നതിന് വരെ നമ്മൾ എന്ത് പറയുക? ഹി വർക്ക്ഡ് ആസ് എ സയൻറ്റിസ്റ്റ് അറ്റ് ISRO അല്ലെ വർക്ക്ഡ് ആസ് ദിസ്, അല്ലെ ആ രീതിയിൽ പറയാം. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ?
ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രൊഫൈൽ സെറ്റാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചോദ്യോത്തരങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ.